നമസ്കാരം. മാരുതി സുസുക്കിയുടെ സെലേറിയോ, അതുമാത്രമല്ല ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐ10 നിയോസ് എന്ന് പറയുന്ന രണ്ട് വാഹനത്തെയും അണ്ടർ കട്ട് ചെയ്തുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ തകർപ്പൻ എൻട്രിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ എൻട്രി ലെവൽ വാഹനമായിട്ടുള്ള ടിയാഗോ, ഏകദേശം ഒരു 10 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ ടിയാഗോ. ഏകദേശം 2020 ശേഷം ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അത് ലഭിച്ചിട്ടുണ്ട്. കമ്പനി പറയുന്ന ഒരു ജനറേഷൻ അപ്ഡേഷൻ എന്നുള്ള രീതിക്കാണെങ്കിൽ പോലും നമുക്കിതിനെ ഒരു മേജർ അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നല്ല രീതിക്ക് ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ടാറ്റ ടിയാഗോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മെയ് 28 അതായത് ഇന്ന് ലോഞ്ച് ചെയ്ത ടാറ്റ ടിയാഗോയുടെ ഒരു ഫേസ് ലിഫ്റ്റഡ് മേജർ ഫേസ് ലിഫ്റ്റഡ് വേർഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം എൻട്രി ലെവൽ കാറുകളെ എപ്പോഴും അതിലൊരു മാറ്റം വരുമ്പോഴത്തേക്കും ആളുകൾ കൃത്യമായിട്ട് അതിനെ വിശകലനം ചെയ്യുന്നുണ്ട്. വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് ഫസ്റ്റ് ടൈം കാർ ബയേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റാണിത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. 4,69,000 രൂപയ്ക്കാണ് മോഡിഫൈഡ് X1 പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടാറ്റയുടെ ടിയാഗോ കോമ്പീറ്റ് ചെയ്യുന്നത് മാരുതി സുസുക്കി സെലേറിയോ, അതുമാത്രമല്ല ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐ10 നിയോസ് എന്നിങ്ങനെ രണ്ട് വാഹനങ്ങളുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളുടെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടിയാഗോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വില കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സെലേറിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4,70,000 രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാൻഡ് ഐ10 നിയോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5,55,000 ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ ടിയാഗോയുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്, പ്യുവർ ഉണ്ട്, പ്യുവർ പ്ലസ് ഉണ്ട്, പ്യുവർ പ്ലസ് എ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ക്രിയേറ്റീവ് ഉണ്ട്, പിന്നെ ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 4,69,000 രൂപയ്ക്കാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലറി ആയിട്ടൊക്കെ വളരെ മാർജിനൽ വ്യത്യാസമേ ഉള്ളൂ. രണ്ട് വാഹനം ഏകദേശം 4,70,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഇവിടെ 4,69,000 രൂപയ്ക്കാണ് സ്മാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഫേ നോംസ് 3 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് മുൻനിർത്തിയാണ് ഈ ഒരു വാഹനത്തെയൊക്കെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അതിനകത്തുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ CNG അവൈലബിൾ ആണ്. CNG നല്ല രീതിക്ക് ടാറ്റ മോട്ടോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പം 4,69,000 മുതൽ 7,99,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ. 1.2 റബട്രോൺ എഞ്ചിനാണ്. അത് 3 സിലിണ്ടർ എഞ്ചിനാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെയാണ്, അതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75.5 bhp പവർ ഇതിൻ്റെ CNG വേർഷൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാനുവൽ വേർഷൻ ആയിട്ടുള്ള പെട്രോൾ വേരിയൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പവർ എന്ന് പറയുന്നത് 86 bhp പവറാണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് AMDയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഈ ടാറ്റ ടിയാഗോയുടെ CNGയിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് CNGയിൽ AMD അവൈലബിൾ ആണ്. അത് മാത്രമല്ല പാഡിൽ ഷിഫ്റ്റേഴ്സും കൂടെ വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ടാറ്റ ടിയാഗോയുടെ ഇലക്ട്രിക് വേർഷനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6,99,000 മുതൽ 9,99,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ ടിയാഗോ നല്ലൊരു കോമ്പറ്റീഷൻ നൽകുന്ന ഒരു വാഹനമായി മാറിക്കഴിഞ്ഞ്. എക്സ്പെഷ്യലി ഈ CNG വാഹനത്തിൽ AMD വന്നു. അത് മാത്രമല്ല അതിലിപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സും കൂടെ ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 6 കളേഴ്സിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇപ്പം ഡിറ്റോണ ഗ്രേ ഉണ്ട്, അതുമാത്രമല്ല പാങ്യോങ് പൾസ് ഉണ്ട്, പ്രിസ്റ്റീൻ വൈറ്റ് ഉണ്ട്, പ്യുർ ഗ്രേ ഉണ്ട്, സോബോ സർജ് ഉണ്ട്, അതുമാത്രമല്ല വാരണാസി വൈബ്രൻസ്. ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കളർ കോഡൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള നോമൻക്ലേച്ചർ വെച്ചിട്ട് മാക്സിമം ആളുകളെ ആകർഷിക്കുക എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിന് എഞ്ചിനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരുവിധ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല, നിലവിലുള്ള എഞ്ചിൻ തന്നെയാണ്. അത് മാത്രമല്ല ട്രാൻസ്മിഷനിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ പുതിയതായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. AMD തന്നെയാണ്, CVT അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരിക്കൽ പോലും CVT കൊണ്ടിരില്ല എന്ന് നമുക്കറിയാം, കാരണം ഇതൊരു എൻട്രി ലെവൽ സെഗ്മെൻറ്റ് വാഹനം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതായത് 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡ്രൈവറുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്
പറയുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും എന്ന് പറയുന്നത് 60 ഡിഗ്രി ക്യാമറയ്ക്ക് പുറമെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിലുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ABS, EBD ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്തൊക്കെ രീതിയിലുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. 4 സ്പീക്കർ ഉള്ള ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് AMTയിലെ ലാഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് വാഹനം ഓടിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം AMT ട്രാൻസ്മിഷനൊക്കെ കാര്യമായിട്ടുള്ളൊരു ലാഗുണ്ട്. അതിനകത്ത് മാറി നിൽക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനമാണ്. അതിനകത്ത് കമ്പാരിറ്റീവ്ലി ലാഗ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിലെ പ്രധാനപ്പെട്ട ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എസ്തെറ്റിക് സെൻസിൽ അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജിൽ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് റീമാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതായതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയാത്തത്. 170 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയും. ഈ സിൽവർ എലമെൻറ്റ് അല്ലെങ്കിൽ അലുമിനിയം ഫിനിഷൊക്കെ ഈ ഒരു വാഹനത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ CNGയുടെ മാനുവൽ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5,79,000 മുതലാണ്. അപ്പോൾ 5,79,000 മുതൽ ക്രിയേറ്റീവ് എന്ന് പറയുന്ന വേരിയൻറ്റ് വരെയാണ് CNG നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം CNGയിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ ക്രിയേറ്റീവ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അത് 8 ലക്ഷം രൂപയാണ്. അതായത് 7,99,000 ആ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ പെട്രോൾ മാനുവലിൽ സ്മാർട്ട് മുതൽ ക്രിയേറ്റീവ് പ്ലസ് വരെയുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും 7,30,000 രൂപ അല്ലെങ്കിൽ 7,29,000 ആ ഒരു വാഹനത്തിൻ്റെ ആ പർട്ടിക്കുലർ വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക്കിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് വേർഷനിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള 24 kWh ബാറ്ററി പാക്കും 19.2 kWh ബാറ്ററി പാക്കും നിലനിർത്തി എന്നുള്ളതാണ് വലിയ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ടാറ്റയിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ബാറ്ററി പാക്കിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം കൊണ്ടുവരും എന്നുള്ളതാണ്. നമ്മളിപ്പം ടാറ്റയുടെ പഞ്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ 25 kWh ബാറ്ററി പാക്കിൽ നിന്നും 30ലേക്ക് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല പിന്നെ 40 kWh ബാറ്ററി പാക്കിൻ്റെ മറ്റൊരു വേരിയൻറ്റും കൊണ്ടുവന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് എന്ന് പറയുന്ന വേരിയൻറ്റ് 19 kWh ബാറ്ററി പാക്കുള്ള ആ ഒരു വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസാണ് 7 ലക്ഷം രൂപ. 6,99,000 കമ്പനി പറയുന്ന എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്യുർ പ്ലസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും 19 kWh ബാറ്ററി പാക്ക് ഉള്ള വേരിയൻ്റാണ്. അതിന് 8,49,000 രൂപ. ഇനി അങ്ങോട്ട് പ്യുർ പ്ലസിൽ 24 kWh ബാറ്ററി പാക്കും ക്രിയേറ്റീവ് പ്ലസിൽ 24 kWh ബാറ്ററി പാക്കും വന്നിട്ടുണ്ട്. ഈ പ്യുർ പ്ലസിൻ്റെ 24 kWh ബാറ്ററി പാക്കാണ് നിലവിലുള്ളത്. അതിന് 9,49,000 എക്സ് ഷോറൂം പ്രൈസിംഗിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസ് 24 kWh ബാറ്ററി പാക്ക് വേരിയൻറ്റിന് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 9,99,000 അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി പാക്കിൽ കാര്യമായിട്ടൊരു അപ്ഡേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് 15 ഇഞ്ചിൻ്റെ വീൽസ് ഇതിൻ്റെ ICE വേർഷനിലും ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രിക് വേർഷനിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് വേർഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ICE വേർഷനിൽ അതൊരു അപ്ഡേഷനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നതാണ്. വാറണ്ടിയുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെയാണ് ബാറ്ററിക്ക് കമ്പനി നൽകുന്ന വാറണ്ടി. അപ്പോൾ അതിനകത്തൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ നോർമലി നമ്മൾ 19.2 kWh ബാറ്ററി പാക്കുള്ള ഒരു വേരിയൻറ്റിന് ക്ലെയിം ചെയ്യുന്നത് 223 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്, 227 അടുത്തായിട്ടുണ്ട്. അതൊന്നും വലിയൊരു ഉയർന്ന രീതിക്കുള്ള ഒരു അപ്ഡേഷൻ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എടുത്തു പറയാത്തത്. പെട്രോളിൻ്റെ വില ഇപ്പോൾ അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. 113 സംതിങ് ആണ് ഇപ്പോൾ ഒരു ലിറ്ററിന് കേരളത്തിലെ വില എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്തായാലും ടാറ്റ ടിയാഗോയുടെ ഇലക്ട്രിക് വേർഷന് കാര്യമായിട്ടുള്ള ജനപ്രീതി ഉണ്ടാകും അല്ലെങ്കിൽ ആവശ്യക്കാരുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.